ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ജെസ് വ്ളോഗ് പാഠശാല വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രബിൻ മോന് വേണ്ടിയിട്ട് ഓട്ടമായിരുന്നു. അപ്പോൾ പ്രബിൻ മോന് വേണ്ടിയിട്ട് കുറച്ച് ഓട്ടങ്ങളൊക്കെ ഓടിക്കഴിഞ്ഞ് ഇതാ ഇപ്പോൾ കുറച്ച് നേരത്തെ വന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വന്നു അവൻ്റെ ഫുഡുകളൊക്കെ റെഡിയാക്കി കൊടുത്തതിന് ശേഷം ഞാൻ എടുക്കുന്ന വീഡിയോസാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളെ രേണുസുതിയെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ കേൾക്കണം. ഈ രേണുസുതിക്ക് അസുഖം ഓൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ രേണുസുതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇരുന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതെന്തായാലും നമുക്ക് ആദ്യം കേൾക്കാം. രേണുസുതിയുടെ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ നമ്മൾ കേട്ടിട്ട് സംസാരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും രേണുസുതി പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ പറയട്ടെ അല്ലേ. അപ്പോൾ നമുക്കതൊന്ന് കേൾക്കാം. അഥവാ ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ വന്ന് പറയാണ്, എൻ്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ പപ്പ തങ്കച്ചൻ പി ജി, അതായത് ഋതുൽദാസിനെ തങ്കച്ചൻ പി ജി അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞമ്മ തങ്കച്ചനോ അല്ലെങ്കിൽ എൻ്റെ ചേച്ചി രമ്യ ലിബുവിനെയോ അല്ലെങ്കിൽ ലിബു എൻ്റെ ചേട്ടാപ്പി, ഇവരെ 4 പേരെ അല്ലാതെ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കത്തില്ല. എനിക്കാരും വിശ്വാസമില്ല. എൻ്റെ കുഞ്ഞിനെ ഋതുൽദാസിനെ ഞാൻ ഈ 4 പേരെ മാത്രമേ ഏൽപ്പിക്കുള്ളൂ. എനിക്ക് എന്തെങ്കിലും ക്യാൻസർ വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ 4 പേരായിരിക്കും എൻ്റെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്വം. ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ്. പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ പറയാണ്, എൻ്റെ കുഞ്ഞിനെ അവർ 4 പേരല്ലാതെ വേറെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല എൻ്റെ കുഞ്ഞിനെ. അങ്ങനെ നിങ്ങളത് കേട്ടല്ലോ അല്ലേ. അവർ പറയണമെന്ന് ശ്രദ്ധിച്ച് കേട്ടോ. അഥവാ എനിക്കെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് ആണല്ലോ അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അതായത് ഋതുൽദാസ് എന്ന് പറയുന്ന ഋതപ്പനെയാണ് കുറിച്ചാണ് പറയുന്നത്. ഇതെവിടെയാണ് ഊന്നുന്നതെന്ന് അറിയാമല്ലോ. എവിടെ ഊന്നിയിട്ടാണ് എവിടെയാണ് പറയുന്നതെന്ന് നമുക്ക് നല്ലപോലെ മനസ്സിലാവും. അരിയാഹാരം കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. എൻ്റെ പൊന്നു രേണു, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ഇപ്പോൾ നിൻ്റെ ഋതപ്പനെ നിൻ്റെ എത്ര വയസ്സുണ്ടാവും കറക്റ്റായിട്ടോ എനിക്ക് അറിയില്ല കേട്ടോ. എന്നാലും ആ ഒരു കൊച്ചിനെ നിനക്ക് ഇപ്പോൾ നിൻ്റെ കസ്റ്റഡിയിൽ വെച്ചേക്കാൻ പറ്റും. അല്ലെങ്കിൽ നിൻ്റെ ചേച്ചിക്കോ നിൻ്റെ അച്ഛനോ അമ്മയ്ക്കോ ഈ പറഞ്ഞ തങ്കച്ചനോ അല്ലെങ്കിൽ നിൻ്റെ ചേച്ചി ഇതൊക്കെ പറ്റും. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം രേണു അല്ല, ശരിക്കും പറഞ്ഞ് രേഷ്മ പി തങ്കച്ചൻ എന്നാണ് വിളിക്കേണ്ടത്. എന്നാൽ ഇരിക്കട്ടെ രേണു, ഒരു കാര്യം നീ മനസ്സിലാക്കണം. ഇവനൊന്ന് വളരും എന്ന് ഇതിൽ ഇരിപ്പിലിരിക്കത്തില്ല. നീ എന്തൊക്കെ പറഞ്ഞു വെച്ചിരുന്നാലും ശരി തന്നെ രേണു, ഇവൻ ഈ ഋതപ്പൻ എന്ന് പറയുന്ന നിൻ്റെ മോൻ വളർന്ന് വലുതാവുമ്പോൾ അവൻ്റെ രക്തത്തിനെ തിരിച്ചറിയും. മനസ്സിലായോ? അവൻ്റെ രക്തത്തിന് അവൻ തിരിച്ചറിയും. അവൻ്റെ സ്വന്തം ചേട്ടനാണ്. ചേട്ടനെക്കാട്ടിലും വലിയ ബന്ധങ്ങളുണ്ടോ എന്നെനിക്കറിയില്ല. അമ്മ അച്ഛൻ സഹോദര ബന്ധങ്ങളാണ് ഒരു കുടുംബം എന്ന് പറയുന്നത് അല്ലേ. ഈ ഒരു ബന്ധത്തിനെക്കാട്ടിലും വലുതാണോ നിൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ ബന്ധമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അവർ എത്ര കാലം ഇനി ഉണ്ടാവും മുന്നോട്ട് അല്ലേ. ഇതിൻ്റെ ഇടയിൽ പൊന്നു രേണു, നീ അതിൽ പറയുന്ന ഒരു വാക്കുണ്ട്, എനിക്ക് ക്യാൻസർ വന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ. അപ്പോൾ ഇതുവരെ ക്യാൻസർ അല്ലേ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്? ക്യാൻസറിനല്ലേ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്? അവിടെ എന്തോ ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ രേണു. ക്യാൻസർ വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ന് എടുത്ത് ഞാൻ വേണമെങ്കിൽ ആ ഒരു പാർട്ട് വേണമെങ്കിൽ പിന്നെ ഞാൻ എടുത്ത് വെക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഒരു ചെറിയൊരു പാർട്ടും കൂടെ എടുത്ത് വെക്കാം. അവൾ പറയുന്ന ഒരു വാക്കാണ്, എനിക്ക് ക്യാൻസർ വന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ. അപ്പോൾ ഇതുവരെ ക്യാൻസറിന് വേണ്ടിയിട്ടല്ലേ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്? എന്തൊക്കെയോ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുണ്ട്. എന്നാലും അതവിടെ കിടക്കട്ടെ. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാം. എന്തായാലും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിയമപരമായിട്ടുള്ള ചില അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഋതപ്പനെ കുറിച്ചാണല്ലോ നീ പറഞ്ഞത്. എത്രയായാലും അവൻ ഇന്നല്ലെങ്കിൽ നാളെ വളർന്ന് വലുതാവുമല്ലോ അല്ലേ. ഈ ഒരു കിച്ചു എന്ന് പറയുന്ന രാഹുൽദാസ് നിൻ്റെ കസ്റ്റഡിയിൽ വന്ന ഏത് പ്രായത്താണെന്ന് നീ നല്ലതുപോലെ പറഞ്ഞിട്ടുണ്ട്. 11 വയസ്സ് മുതൽ എന്നാണ് നീ പറഞ്ഞത്. ആ 11 വയസ്സിൽ അവന് നിൻ്റെ ഈ ഒരു കപട സ്നേഹം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. സത്യമല്ലേ രേണു? കപട സ്നേഹം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ കിച്ചു നിന്നെ സ്നേഹിക്കുകയും നിന്നോട് അടുക്കുകയും നീയാണ് എൻ്റെ അമ്മ എന്ന് അവൻ പറയുകയും ചെയ്തു.
അത് കാരണം അവൻ അങ്ങോട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. നീ അവനെ ആ ഒരു സ്നേഹത്തിലേക്ക്, അതായത് നിന്റെ കപട സ്നേഹത്തിനുള്ളിൽ അവനെ നീ വെച്ച് അവൻ മൂലമാണ് നീ സുധീര ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആണല്ലോ അല്ലേ? അന്ന് അവൻ അറിയില്ലായിരുന്നല്ലോ ഈ ഒരു അമ്മ കപട സ്നേഹമാണ് കാണിക്കുന്നതെന്ന് അവനോട് അല്ലേ? അതേപോലെയാണ് രേണു ഇന്ന് ഈ നിന്റെ ചേച്ചി കപട സ്നേഹവും നിന്റെ ചേച്ചിയുടെ ഭർത്താവ് ഇവരെല്ലാം ഋതപ്പനോട് കാണിക്കുന്ന വെറും ഒരു കപട സ്നേഹമാണ്. മനസ്സിലായോ? നീ ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നീ ഇപ്പോൾ പറഞ്ഞതുപോലെ എനിക്ക് ക്യാൻസർ ആണല്ലോ എന്നുള്ള രീതിയിൽ പറയുന്നില്ല, ക്യാൻസർ ആണല്ലോ അതുമൂലം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ന് നീ പറയാണ്, ക്യാൻസർ വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അങ്ങനെയല്ലേ പറഞ്ഞാൽ ശരിയാണ്. അഥവാ എനിക്ക് ക്യാൻസർ വന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഋതപ്പനെ അവരുടെ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കല്ലേ എന്ന് പറയുന്നുണ്ടല്ലോ. ഇവരെത്ര കാലം നോക്കുമെന്നാ രേണു നീ പറയണേ? എനിക്കത് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ ഇത് ചോദിക്കുന്നത്. ഒരിക്കലും അവർ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലം അവരെ അതായത് നീ കിച്ചുവിനോട് കാണിച്ച അതേ കപട സ്നേഹം അവരും അവനോട് കുറച്ച് കാലം കാണിക്കും. അവനത് തിരിച്ചറിയുന്ന ഒരു പ്രായം എത്തും. മനസ്സിലായി? അവൻ എന്ന് ഈ ഒരു ഏജിലല്ലല്ലോ ഇരിക്കുന്നത്, അവൻ വളർന്ന് വരികയല്ലേ. അപ്പോൾ ആ ഒരു ഏജിലേക്ക് എത്തുമ്പോൾ അവൻ എന്തായാലും അവൻ്റെ സഹോദരത്തിനെ തേടി എന്തായാലും പോവാതിരിക്കില്ല. അതുകൊണ്ട് നീ എന്തായാലും ഈ ഒരു വാക്ക് പറയണത് സ്റ്റോപ്പാക്കുക. എനിക്കത് കറക്റ്റായിട്ട് പ്രതികരിക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാനത് നിൻ്റെ മുന്നിൽ വന്നിരുന്ന ഈ ഒരു കാര്യം പറയുന്നത്. മനസ്സിലാക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറയണത്, ഈ കിച്ചു എന്ന് പറയുന്ന നീ രാഹുൽ ദാസ് എന്ന് പറയുന്നു, രാഹുൽ ദാസ്, ഋതപ്പനെ നീ ഇപ്പോൾ ഋതുൽ ദാസ് എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നിൻ്റെ പേര് മാത്രം നീ കറക്റ്റായിട്ട് പറയുന്നില്ല? രേണുസുതിയാണോ അതിൻ്റെ യഥാർത്ഥ പേര്? രേഷ്മ പി തങ്കച്ചനാണ്. അപ്പോൾ രേഷ്മ പി തങ്കച്ചനെ നീ ഇനി പറഞ്ഞ് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് നീ കാണിക്കുന്ന ഭയങ്കര ഒരു ഇതാണ്. ഈ പബ്ലിക്കിൽ വന്നിരുന്ന് നീ ഇത്രയും ധിക്കാര്യത്തോടെ ഈ ഒരു അസുഖത്തിൽ ഇരുന്നിട്ട് പോലും ഈ ധിക്കാര്യം കാണിക്കുന്നില്ലേ? ഇത് അഹങ്കാരം എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നീ അഹങ്കാരം കാണിക്കുകയാണ്. ഈ കിച്ചുവിൻ്റെ അടുത്തേക്ക് ഋതപ്പനെ വിടില്ല എന്നുള്ള രീതിയാണ് നീ പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇനിയും കിച്ചുവിനെ വലിച്ചിഴയ്ക്കാൻ നോക്കുകയാണ് നീ. ഇപ്പോഴും വീടിനകത്ത് ഇരുന്നും കൊണ്ട് നീ കിച്ചുവിനെ വലിച്ചിഴച്ച് പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നീ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. വരും ദിവസങ്ങളിൽ ബാക്കിയുള്ളത് ഞാൻ ഇടുന്നതായിരിക്കും. അത് ആരെന്ത് പറഞ്ഞാൽ ഇതിപ്പോൾ നെഗറ്റീവും വരും പോസിറ്റീവും വരും, അതെനിക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ നിന്ന്. അത് എന്ത് തന്നെ ആയാലും ഞാൻ അത് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും ലൈക്ക് അടിക്കാനും മറക്കല്ലേ. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം.